ഫെബ്രുവരി 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കുന്ന പ്രൈവസി പോളിസി സംബന്ധമായ മെസ്സേജ് തികച്ചും ഫേക്കാണ്. 2019 വാട്സാപ്പിന്റെ പ്രൈവസി പോളിസിയെ സംബന്ധിച്ച് ഫോർവേഡ് ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ്. മാത്രമല്ല ഇത് ഒരു ഇംഗ്ലീഷ് വാർത്തയുടെ പരിഭാഷ മാത്രമാണ്. ഇത് തികച്ചും ഫേക്കാണ്. ആരും ഇത് ഷെയർ ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യരുത്. 2021 ഫെബ്രുവരി 8-ന് വാട്സാപ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രൈവസി പോളിസിയിലെ നിയമങ്ങൾ ഇതൊക്കെയാണ്. ഇനി മുതൽ വാട്സാപ്പ് നമ്മുടെ ഓഡിയോ വീഡിയോ കോളുകൾ റെക്കോർഡ് ചെയ്യും. ഇന്ത്യൻ ഗവൺമെന്റ് സിസ്റ്റംസ് നിരീക്ഷിക്കുന്നുണ്ട്. വീട്ടിലെ മുതിർന്നവർ, കുട്ടികൾ തുടങ്ങിയവർ വാട്സാപ്പ് ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കണമെന്നും ഗ്രൂപ്പ് ചാറ്റുകളിലെ അഡ്മിൻസ് രാഷ്ട്രീയപരമായിട്ടുള്ളതോ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഫേക്ക് ന്യൂസുകൾ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണമെന്നും ഇല്ലെങ്കിൽ പോലീസ് കേസുകൾ വരുമെന്നും ഇങ്ങനെ വളരെ പരിഭ്രാന്തി വരുത്തുന്ന ഒരു വാർത്തയുടെ ഉള്ളടക്കമാണ് നമുക്ക് ലഭിച്ച മെസ്സേജ്. നമ്മുടെ ഏവരുടെയും ഉള്ളിൽ ഒരു പരിഭ്രാന്തി പരത്തുക എന്നത് മാത്രമാണ് ഇത്തരം മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നവരുടെ ലക്ഷ്യം. ഈ മെസ്സേജിൽ വളരെ വിശദമായി വിവിധ ടിക്കുകളെ പറ്റി പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ വാട്സാപ്പ് മെസ്സേജിൽ പറഞ്ഞ ബ്ലൂ റെഡ് ടിക്കുകളെ പറ്റിയും വാട്സാപ്പിൽ കോമൺ ആയി ഉപയോഗിക്കുന്ന ടിക്കുകളെ പറ്റിയും ഫേക്ക് ന്യൂസുകളെ എങ്ങനെ തിരിച്ചറിയാം, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി പരിശോധിക്കാം. നമസ്കാരം, VisiVibe ചാനലിൽ നിന്ന് ഞാൻ ശ്രീകുമാർ. ലോകത്ത് ഇന്ന് ഏറ്റവും പോപ്പുലറായ ഒരു മെസ്സേജിംഗ് സർവീസ് ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. ഇന്ത്യയിൽ മാത്രം ഈ ആപ്ലിക്കേഷന് 40 കോടി യൂസേഴ്സ് ആണ് ഉള്ളത്. മാത്രമല്ല വാട്സാപ്പ് ഇന്ത്യയിൽ നമ്പർ 1 ആണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ആവാൻ ഒരു കാലതാമസവും ഇല്ല. ഈ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാൻ എടുക്കുന്ന സമയം വളരെ കുറവാണ്. ഇത്തരം ഫേക്ക് ന്യൂസുകൾ ഇന്ത്യയിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വാട്സാപ്പിൽ ലഭിച്ച ഈ ഫേക്ക് ന്യൂസ് 2019 ആദ്യം നമുക്ക് ലഭിക്കുന്നത്. 2021 ഫെബ്രുവരി 8-ന് ആദ്യം വാട്സാപ്പിന്റെ പുതിയ പ്രൈവസി പോളിസി നടപ്പിലാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ദിവസം അടുക്കാറായപ്പോഴാണ് വീണ്ടും ആ മെസ്സേജിൽ കുറെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ മെസ്സേജ് ഒരു ഇംഗ്ലീഷ് വാർത്തയുടെ പരിഭാഷ മാത്രമാണ്. ഈ ഫോർവേഡ് ചെയ്യപ്പെട്ട മെസ്സേജ് തികച്ചും ഫേക്ക് ആണെന്നും ഉപഭോക്താക്കൾ ആർക്കും തന്നെ ഷെയർ ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യരുതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ട്വിറ്ററിലൂടെ അറിയിച്ചിട്ടുണ്ട്. വാട്സാപ്പിൽ കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് ഫോർവേഡ് മെസ്സേജുകളാണ്. വ്യാപകമായി പ്രചരിച്ച് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് വാട്സാപ്പ് ഫോർവേഡ് മെസ്സേജുകൾ തിരിച്ചറിയാൻ വേണ്ടി പുതിയ അപ്ഡേറ്റ് ടിക്ക് രൂപത്തിൽ കൊണ്ടുവന്നത്. ഫോർവേഡ് മെസ്സേജ് ആണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ മെസ്സേജിന് മുകളിലായി ഒരു ടിക്ക്, ഒരു സിംഗിൾ ടിക്ക് കാണാൻ കഴിയും. ഫോർവേഡ് മെസ്സേജ് 5 പേർക്ക് കൂടുതൽ അയച്ചു കഴിഞ്ഞ ശേഷം ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ സ്പെഷ്യൽ ഡബിൾ ആരോ ഐക്കൺ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഫോർവേഡ് മെസ്സേജ് ഒരേ സമയം 250 പേർക്ക് അയക്കാൻ കഴിയുമായിരുന്നു. ഇത് പിന്നീട് 5 പേർക്ക് എന്ന നിലയിലേക്ക് ആക്കി. കൂടാതെ ഗ്രൂപ്പുകളിൽ അഡ്മിൻമാർക്ക് മാത്രം മെസ്സേജ് അയക്കാം എന്ന നിലയും വന്നു. ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ വാർത്തയുടെ ഉറവിടം ഉറപ്പാക്കണം. വാട്സാപ്പുമായോ മറ്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻസുമായോ ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് TV പോലുള്ള മീഡിയകളിൽ കാണാൻ കഴിയും. ഒപ്പം വാട്സാപ്പും ഇത്തരം മെസ്സേജുകളെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷനായി അയക്കുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച ഫോർവേഡ് മെസ്സേജുകളിലെ ടിക്ക് മാർക്കിനെ പറ്റിയും ഇത്തരം ഫോർവേഡ് മെസ്സേജുകൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിനെ റിപ്പോർട്ട് ചെയ്യാനുമുള്ള ഡോക്യുമെന്റ്സിന്റെ ലിങ്കുകൾ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയി അത് വായിച്ചു നോക്കാവുന്നതാണ്. വാട്സാപ്പിൽ ഒരു ഫേക്ക് ന്യൂസ് വന്നാൽ അത് നമുക്ക് 4 മാർഗങ്ങളിലൂടെ പരിശോധിക്കാം. നിങ്ങൾ മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ മെസ്സേജ് ഒന്നിൽ കൂടുതൽ പേർക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ട് വന്നതാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച മെസ്സേജിന്റെ വലതുവശത്തായി ഒരു സെർച്ച് ഐക്കൺ കാണാൻ കഴിയും. ഈ സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ വാർത്തയുമായി ബന്ധപ്പെട്ട ലിങ്ക്സുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്ന് ഈ മെസ്സേജ് വ്യാജമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. രണ്ടാമത്തേത്, വ്യാജ വാർത്തകളെ നിയന്ത്രിക്കാനും സത്യാവസ്ഥ യൂസേഴ്സിനെ അറിയിക്കാനുമായി അതിലെ വാട്സാപ്പ് ഇന്റർനാഷണൽ ഫാക്ട് ചെക്കിംഗ് നെറ്റ്വർക്ക് IFCN എന്ന സംഘടനയുമായി ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സംവിധാനം വാട്സാപ്പിന്റെ ഒരു ചാറ്റ് ബോട്ടാണ്. ചാറ്റ് ബോട്ടിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് നമുക്ക് പരിശോധന ആരംഭിക്കാം. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹായ് എന്ന മെസ്സേജ് അയച്ചുകൊണ്ട് നമുക്ക് ചാറ്റിംഗ് ആരംഭിക്കാം. ഈ അക്കൗണ്ട് വാട്സാപ്പ് വെരിഫൈഡ് ആണ്. നിങ്ങൾക്ക് അക്കൗണ്ട് നെയിമിന് വലതുവശത്ത് ഒരു ഗ്രീൻ ടിക്ക് കാണാൻ കഴിയും. ഹായ് എന്ന മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് 7 ഓപ്ഷൻ അടങ്ങിയ ഒരു മെനു ലഭിക്കും. ഇതിൽ ആവശ്യമുള്ള ഓപ്ഷന്റെ നമ്പർ മെസ്സേജ് ആയി അയക്കുക. ഞാൻ ആദ്യം 1 എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഫാക്ട്സ് ചെക്ക് ചെയ്യേണ്ട വാർത്തയുമായി ബന്ധപ്പെട്ട വേർഡ് അല്ലെങ്കിൽ സെന്റൻസ് നൽകാൻ ആവശ്യപ്പെട്ടു. വാട്സാപ്പ് ഫേക്ക് ന്യൂസ് എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു. അപ്പോൾ ഞാൻ കൊടുത്ത സെന്റൻസുമായി കണക്ട് ചെയ്യുന്ന 2 ന്യൂസ് ലിങ്ക് കാണിച്ചു. അതിൽ 3 റെഡ് ടിക്ക് എന്നത് വ്യാജമായ വാർത്തയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 4 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഇന്ത്യയിലെ ഫാക്ട് ചെയ്യുന്ന 4 സ്ഥാപനങ്ങളെ പരിചയപ്പെടാൻ സാധിക്കും. കേരളത്തിൽ നിന്ന് ഫാക്സ് ക്രസന്റോ മലയാളം എന്ന സംഘടനയുടെ ലിങ്ക് കാണാൻ കഴിഞ്ഞു. എല്ലാ ഫേക്ക് ന്യൂസുകളിലും ഡീറ്റെയിൽസ് അവർ മലയാളത്തിൽ നൽകിയിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയുടെ ഡീറ്റെയിൽസ് ഉണ്ട്.
3 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ വ്യാജ വാർത്തകളെ പ്രതിരോധിക്കാനുള്ള ടിപ്സ് IFCNയിൽ നിന്ന് ലഭിക്കും. കൂടുതൽ ഓപ്ഷനുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. മൂന്നാമത്തേത് ബൂം ലൈവ് എന്ന ടെലഗ്രാം ചാനലിൽ അംഗമാകുക എന്നതാണ്. അതിൽ നമുക്ക് ഇന്ന് വരെ വന്നിട്ടുള്ള എല്ലാ ഫേക്ക് ന്യൂസുകളെ പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക്, ഡിസ്ലൈക്ക്, ഹാർട്ട് എന്നിവ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾ 7 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ICFN ബോർഡ് ചെക്ക് ചെയ്യുന്ന ലാംഗ്വേജുകൾ കാണാൻ കഴിയും. ഇന്ത്യയിൽ നിലവിൽ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. നാലാമത്തേത് വിശ്വസനീയമായ വെബ്സൈറ്റുകളും ചാനലുകളും സന്ദർശിക്കുക എന്നതാണ്. അതിലെ ഇൻഫർമേഷൻസ് മാത്രം ഷെയർ ചെയ്യുക. ഒരു വാർത്ത ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പേ വാർത്തകളുടെ ഉറവിടം ഉറപ്പാക്കണം. ഇത്തരം വാർത്തകൾ വരുമ്പോൾ അത് TV പോലുള്ള ഒഫീഷ്യൽ മീഡിയകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒപ്പം വാട്സാപ്പും ഈ മെസ്സേജുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പ്രകോപനപരമായ ഒരു സന്ദേശമായിരിക്കും നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഫോർവേഡ് ചെയ്യപ്പെട്ട് ലഭിക്കുന്നത്. അത് അയച്ച ആളിനെയും അതിൻ്റെ ഉറവിടത്തെ പറ്റിയും ശരിയായി മനസ്സിലാക്കുക. ഇത്തരം മെസ്സേജുകളോട് വളരെ വൈകാരികമായി പ്രതികരിക്കാതെ കരുതലോടെ വേണം ഷെയർ ചെയ്യാൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാട്സാപ്പ് ഫേക്ക് ന്യൂസുകളെ പറ്റിയുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും ഇത്തരം ടെക്നോളജി ന്യൂസുകളുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ശ്രീകുമാർ സൈനിങ് ഓഫ്.